നാറാണത്തും ഭ്രാന്തനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കം. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഒരു വലിയ കല്ല് ഒരു മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റി മലമുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടിയിടുമായിരുന്നു. ഒരു ദിവസം ആ നാട്ടിലെ ഒരു പ്രമുഖൻ നാറാണത്തും ഭ്രാന്തനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ അർത്ഥമില്ലാത്ത ജോലി ചെയ്യുന്നത്? വല്ല പ്രയോജനമുള്ള പണി ചെയ്തുകൂടെ? നാറാണത്തും ഭ്രാന്തൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ജോലി അർത്ഥമില്ലാത്തതാണെന്ന് ആര് പറഞ്ഞു? ഇതിനാണ് യഥാർത്ഥ അർത്ഥമുള്ളത്. പ്രമുഖൻ ചോദിച്ചു, എന്തർത്ഥമാണ്? ഭ്രാന്തൻ പറഞ്ഞു, ഞാൻ ഈ കല്ല് മുകളിലേക്ക് ഉരുട്ടിക്കയറ്റുന്നത് പ്രയാസമുള്ള കാര്യമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇത് താഴേക്ക് തള്ളുന്നതിന് യാതൊരു പ്രയാസവുമില്ലതാനും. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. എന്നാൽ നഷ്ടപ്പെടുത്തുവാൻ തീരെ പ്രയാസമില്ല. ഒരല്പം അശ്രദ്ധ അല്ലെങ്കിൽ ഉദാസീനത മതി നേട്ടമെല്ലാം നഷ്ടപ്പെടാനെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല എൻ്റെ ഈ പ്രയത്നം ഫലമില്ലാത്തതാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങളുടെ പ്രയത്നങ്ങളും അർത്ഥശൂന്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഉത്തരം കേട്ട് പ്രമുഖൻ തല കുനിച്ച് അവിടെ നിന്നും പോയി. നമ്മുടെ പല പ്രയത്നങ്ങളും യഥാർത്ഥത്തിൽ അർത്ഥശൂന്യമല്ലേ? എന്തിനു വേണ്ടിയാണ് നാം അധ്വാനിക്കുന്നത്? ജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകുവാൻ കഴിയാത്ത പ്രയത്നങ്ങൾ അർത്ഥശൂന്യമല്ലേ? സന്തോഷവും സമാധാനവും താൽക്കാലികമായിരിക്കേണ്ടതല്ല, അത് എന്നും നിലനിൽക്കേണ്ടതാണ്. ഇന്നലെ സന്തോഷവാനായിരുന്നവൻ ഇന്നത്തെ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ ഇന്നലത്തെ സന്തോഷം കൊണ്ട് എന്തു ഗുണമാണ്? എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നില്ല എന്നത് ശരി. പക്ഷേ അതുപോലെയുള്ള അവസ്ഥയിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ സന്തോഷം നിലനിൽക്കുന്നതല്ലല്ലോ. നാം നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്താലും അവയൊന്നും നിലനിൽക്കുന്ന സന്തോഷം പ്രദാനം ചെയ്യാൻ മതിയായതല്ല. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുമ്പോഴാണ് ശാശ്വതമായ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മുടെ പ്രയത്നങ്ങൾ എന്തിനു വേണ്ടി എന്ന് പരിശോധിക്കണം. ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളൊക്കെയും കഷ്ടവും ദുഃഖവും മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ. എല്ലാവരും കൂടി ചേർന്ന് വരുമ്പോൾ ചിരിച്ചുല്ലസിക്കുന്ന ചിലരെങ്കിലും ഉള്ളിൽ വേദന അനുഭവിക്കുന്നവരാണ്. പുറത്തു കാട്ടുന്നില്ല എന്നു മാത്രം. ഓരോരുത്തർക്കും തങ്ങളുടെ ഉള്ളിൽ സന്തോഷവും സ്വസ്ഥതയും അനുഭവിക്കാൻ കഴിയണം. അപ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്.